ഇന്നലെയാണ് ചെമ്മണ്ണാറിൽ 2 മാസം പ്രായമായ കുട്ടിയെയും മുത്തശ്ശിയെയും കാണാതാകുന്നത്. ജാൻസി എന്ന് പറയുന്ന മുത്തശ്ശിയെയും കാണാതാകുന്നത്. മുത്തശ്ശി ഇപ്പോഴും ചികിത്സയിലാണ്. പക്ഷേ ഇവരെ അവിടെ നിന്ന് ഒരു കൊക്കയിൽ നിന്ന് 100 അടിയിലധികം താഴ്ചയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ കുട്ടി മരണപ്പെട്ടിരുന്നു. അതൊരു ദുരൂഹമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ അമ്മ ഇപ്പോഴും ചികിത്സയിലാണ്. എന്തായിരുന്നാലും ഈ മരിച്ച കുട്ടിയുടെ മുത്തശ്ശൻ നമ്മോടൊപ്പമുണ്ട്. പേര് സലോമോൻ. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചതെന്ന് പറയും? ഈ ഭാര്യയ്ക്കൊരു വിഭ്രാന്തികൾ ബുദ്ധിമുട്ടുകളൊക്കെ 3-4 ദിവസമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ മൂത്രമൊഴിക്കാനായിട്ട് ഒരു 4 മണിക്ക് എണ്ണിക്കുമ്പം കൊച്ചിനെയും മുത്തച്ഛി തള്ളയും കാണുന്നില്ല. അപ്പം പോലീസിലും നാട്ടുകാരെയും അയൽവക്കംകാരെയും വിളിച്ച് പറയും. അന്നേരം എല്ലാവരും അന്വേഷിച്ച് ഇങ്ങനെ കണ്ടെത്തി. എന്തെങ്കിലും ഇങ്ങനെ ഭയമുള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അതിൻ്റെ ഒരു ലക്ഷണം നേരത്തെ തൊട്ടേ ഉണ്ട്. ഇപ്പോഴും സംസാരിക്കുന്നത് കൃത്യമല്ല. വൈകുന്നേരം എപ്പോഴാണ് നിങ്ങൾ അവസാനം ഇവരെ ഒന്നിച്ച് കാണുന്നത്? 10 മണിക്കുള്ളിൽ ഞങ്ങൾ ഒന്നിച്ച് സെറ്റിലിരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഞാൻ ക്ഷീണമായിട്ട് ഞാൻ കയറി കിടക്കുവാന്ന് പറഞ്ഞ് അവരോട് കഥ പടച്ച് കിടന്നോളാം. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറഞ്ഞത്? പോലീസ് അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഇതാണ് വീട്ടിൽ സംഭവിച്ചത്. വൈകുന്നേരം 10 മണി വരെ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു. അതിനുശേഷം 4 മണിക്ക് ശേഷമാണ് അറിയുന്നത് ഈ കുട്ടിയെയും മുത്തശ്ശിയെയും കാണാൻ ഇല്ല എന്നുള്ളത്. എന്തായിരുന്നാലും ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അകലെ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു 100 മീറ്ററോളം താഴേക്ക് ഒരു കൊക്കയിലേക്കാണ് ഇറങ്ങിപ്പോയത്. രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ അവിടെയുണ്ട്. നമുക്ക് അവരോടുകൂടി ഈ കാര്യങ്ങളും അവിടുത്തെ സാഹചര്യം കൂടി ഒന്ന് കാണാം. രാവിലെ ഒരു 4:30 ഈ സംഭവം അറിയുന്നത്. അറിഞ്ഞ മുതൽ പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഈ പ്രദേശങ്ങളെല്ലാം പരിശോധന നടത്തുന്ന സ്ഥിതിയുണ്ടായി. അവിടെ ഏത് സാഹചര്യത്തിൽ അവിടെ എത്തിപ്പെട്ടു എന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടുന്നില്ല. എന്നുവെച്ചാൽ അതുപോലെ ഒരു പ്രദേശമാണ് ഈ കുട്ടിയും ജാൻസിയും ചെന്ന് പെട്ടത്. രാത്രി 10 മണിക്ക് ശേഷമാണ്, 10 മണിക്കും 4:30 ഇടയിലുള്ള സമയത്താണ് ജാൻസിയും കുഞ്ഞും വീട്ടിൽ നിന്നും പോയിട്ടുള്ളത്. പോലീസ് പറയുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതൊന്നും ഇപ്പോൾ അത്ര കൃത്യതയോടുകൂടിയല്ല, മാനസികമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത്ര എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു? നേരത്തെ ഇല്ല. എനിക്ക് ഫാമിലി ഒരു 10-35 വർഷമായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും ഇവർക്ക് ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് അറിയില്ല. പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. അവരെ രാത്രി വന്ന് ആരോ വിളിച്ചുകൊണ്ട് പോയെന്നും അവരവിടെ ചെന്ന് താഴെ ഇവരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നപ്പം പിന്നെ ആളിനെ കണ്ടില്ല, അന്നേരെ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. ഒരു നോർമൽ അല്ല അവരിപ്പോൾ. എന്തായിരുന്നാലും നമുക്ക് ഇതിന് താഴേക്കാണ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. നമുക്ക് ആ സ്ഥലത്തേക്ക് കൂടി ഒന്ന് ഇറങ്ങിച്ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. കാൽനടയായി ഒരു കാരണവശാലും ഇറങ്ങിപ്പോകുവാനോ കയറി വരുവാനോ അതിദുഷ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. കാരണം ചെങ്കുത്തായി കിടക്കുന്ന ഇതുവഴിയാണ് പിഞ്ചു കുഞ്ഞിനെയും ഒപ്പം തന്നെ മുത്തശ്ശിയെയും നാട്ടുകാരും പോലീസും ചേർന്ന് മുകളിലേക്ക് എത്തിച്ചത്. ഇതിന് താഴത്തേക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം മഴ പെയ്ത് പൂർണ്ണമായി കിടക്കുകയാണ്. നമുക്ക് ഒട്ടും ഇറങ്ങിപ്പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. വല്ല റോപ്പൊക്കെ ഇട്ട് മാത്രമേ ഇറങ്ങിപ്പോകാൻ കഴിയുന്നുള്ളൂ. ഈ ഒരു സ്ഥലത്തേക്ക് ജാൻസി ആ കൈക്കുഞ്ഞുമായി എങ്ങനെ എത്തിയെന്നോ എന്തിനു വേണ്ടി എത്തിയെന്നതോ ഇപ്പോഴും വ്യക്തമല്ല. ആശുപത്രിയിൽ തുടരുന്ന ജാൻസി സുബോധത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ, ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തുവാൻ സാധിക്കത്തുള്ളൂ. ഈ കുഞ്ഞുമായി എന്തിനു പോയി എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.